ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു ക്യാപ്റ്റന്റെ ഏറ്റവും മികച്ച ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം 1999 ഏപ്രിൽ 21 ആ രാത്രിയിലാണ്. ഡൽഹി LP സ്റ്റേഡിയത്തിൽ ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസും സർ അലക്സ് ഫെർഗുസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ പോരാട്ടം. മത്സരം 11 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും സ്കോർ ബോർഡിൽ യുവന്റസ് 2-0 മുന്നിട്ട് നിൽക്കുന്നു. സിനദിൻ സിദാനും എഡ്ഗാർ ഡേവിഡ്സും ഇൻസാഗിയുമെല്ലാം അണിനിരക്കുന്ന അന്ന് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ നിരക്കെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിജയിക്കാനാവില്ലെന്ന് എല്ലാവരും വിധി എഴുതിയ നിമിഷങ്ങൾ. എന്നാൽ ചുവന്ന ചെകുത്താന്മാരുടെ നായകൻ റോയ് കീൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മത്സരത്തിന്റെ 24-ാം മിനിറ്റിൽ ഡേവിഡ് ബെക്കാമിന്റെ കോർണറിൽ നിന്ന് കീൻ തൊടുത്ത ആ പവർഫുൾ ഹെഡർ യുവന്റസിന്റെ വലയിൽ തുളച്ചു കയറി. യുണൈറ്റഡ് തിരികെ വരുന്നു. ഗാലറി ആവേശഭരിതമായി. എന്നാൽ തൊട്ടടുത്ത മിനിറ്റുകളിൽ തന്നെ കീനിന് ഒരു മഞ്ഞക്കാർഡ് ലഭിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനലിൽ എത്തിയാലും ആ ചരിത്ര പോരാട്ടത്തിൽ റോയ് കീൻ കളിക്കില്ല എന്ന് ഉറപ്പായി. ഒരു കളിക്കാരന്റെ മനോവീര്യത്തെ തകർക്കാൻ അത് ധാരാളമായിരുന്നു. എന്നാൽ കീൻ തളർന്നില്ല. താൻ ഫൈനൽ കളിച്ചില്ലെങ്കിലും തന്റെ ടീം ഫൈനലിൽ എത്തണമെന്ന ഒറ്റവാശിയിൽ അദ്ദേഹം ഓരോ സെക്കൻഡും പോരാടി. സിനദൈൻ സിദാനെയും ഡേവിഡ്സിനെയും നിഷ്പ്രഭരാക്കി മധ്യനിരയിൽ കളിയുടെ പൂർണ്ണ നിയന്ത്രണം റോയ് കീൻ ഏറ്റെടുത്തു. ഒടുവിൽ 3-2 യുവന്റസിനെ തകർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനലിലേക്ക് മുന്നേറി. തനിക്ക് കളിക്കാൻ കഴിയാത്ത ഒരു ഫൈനലിലേക്ക് ടീമിനെ എത്തിക്കുവാൻ സർവസ്വവും നൽകി പൊരുതിയ ആ രാത്രി റോയ് കീൻ എന്ന ലെജൻഡിന്റെ കരിയറിലെ സുവർണ അധ്യായമാണ്. 1993 നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തിയ റോയ് കീൻ അടുത്ത 12 വർഷക്കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിഡ്ഫീൽഡിന്റെ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കരിയർ റെക്കോർഡുകളും കണക്കുകളും പരിശോധിച്ചാൽ ആധിപത്യത്തിന്റെ ആഴം മനസ്സിലാകും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി 480 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞു, 51 ഗോളുകൾ നേടി, 7 പ്രീമിയർ ലീഗ് കിരീടങ്ങളും 4 FA കപ്പും, 1 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടവും, 4 കമ്മ്യൂണിറ്റി ഷീൽഡും, 1 ഇന്റർ കോണ്ടിനെന്റൽ കപ്പും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം അയാൾ സ്വന്തമാക്കി. 1997 എറിക് കണ്ടോണ വിരമിച്ചപ്പോൾ റോയ് കീൻ യുണൈറ്റഡിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. തുടർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയ ചരിത്ര പ്രസിദ്ധമായ ട്രിപ്പിൾ നേട്ടത്തിൽ റോയ് കീനിന്റെ പങ്ക് നിർണായകമായിരുന്നു. 2000 PFA പ്ലെയർ ഓഫ് ദി ഇയർ, ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. അയർലാൻഡ് ദേശീയ ടീമിനായി 67 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുള്ള അദ്ദേഹം 9 ഗോളുകളും നേടിയിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ എതിരാളികളെ വിറപ്പിക്കുന്ന ടാക്കിളുകളും പന്ത് വീണ്ടെടുക്കുന്നതിലെ കൃത്യതയും ആക്രമണവും പ്രതിരോധവും ഒരുപോലെ നയിക്കുവാനുള്ള ശേഷിയുമായിരുന്നു റോയ് കീനിന്റെ കരുത്ത്. റോയ് കീൻ എന്ന കളിക്കാരനെ കുറിച്ച് ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ മാനേജർ സർ അലക്സ് ഫെർഗുസൺ ആണ്. ടൂറിനിലെ ആ യുവന്റസ് മത്സരത്തിനു ശേഷം തന്റെ ആത്മകഥയിൽ ഫെർഗുസൺ എഴുതിയ വാചകങ്ങൾ റോയ് കീൻ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഗ്രൗണ്ടിൽ റോയ് കീൻ നടത്തിയ ആ പോരാട്ടം കാണുന്നത് തന്നെ ഒരു ബഹുമതിയായിരുന്നു. ഫൈനൽ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടും തന്റെ വേദന ഉള്ളിലൊതുക്കി ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ച ആ കളി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ കളിക്കാരനിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരുന്നു. 2005 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട ശേഷം സെൽറ്റിക്കിൽ കുറച്ചുകാലം കളിച്ച് റോയ് കീൻ ബൂട്ടഴിച്ചു വെച്ചു. ഇന്ന് ഫുട്ബോൾ പണ്ഡിറ്റായും TV അനലിസ്റ്റായും തന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി തുറന്നു പറഞ്ഞ് റോയ് കീൻ ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്രയോ മികച്ച കളിക്കാർ വന്നു പോയിട്ടുണ്ട്, ഇനിയും വരും. എന്നാൽ റോയ് കീനെ പോലെ ഗ്രൗണ്ടിൽ സർവ്വവും നൽകി പോരാടിയ മറ്റൊരു ക്യാപ്റ്റൻ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം.